ഇതിപ്പോ ഒരു മുംബൈ കഥയാണ് കേട്ടോ. കുഞ്ഞുനാൾ മുതൽ സിനിമകളിൽ മാത്രം കണ്ട് കണ്ണു മിഴിച്ചിട്ടുള്ള മുംബൈ നഗരം ചുറ്റിക്കാണാൻ ഒരു ഞായറാഴ്ച ഇറങ്ങിയതാണ് ഞാൻ. വിളിക്കാതെ കൂടെ കൂടിയ പണിയാശാനെ വരുതിയിലാക്കാനുള്ള മരുന്നും കയ്യിലെടുത്താണ് എൻ്റെ ഈ യാത്ര. നമ്മുടെ നാട്ടിലെ മെട്രോ ഓടുന്നത് പോലെ തന്നെ സമയനിഷ്ഠയോടെ കൃത്യമായ ഇടവേളകൾ ഉറപ്പിച്ച് ഓടുന്നവയാണ് ഇവിടുത്തെ സബർബൻ ട്രെയിൻ സിസ്റ്റവും. ഞായറാഴ്ച ആയതിനാൽ വലിയ തിരക്കില്ലാതെ യാത്ര ചെയ്യാനായി എനിക്ക്. ആദ്യമായാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ കണ്ട് കണ്ണുമിഴിക്കുന്നത്. ഛത്രപതി ശിവജി ടെർമിനൽ. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്നതാണ് ഇതൊന്ന് നേരിട്ട് കാണണമെന്ന്. അതിന്ന് നടന്നിരിക്കുന്നു. കൊളോണിയൽ മാതൃകയിൽ നിറയൊപ്പിച്ചിരിക്കുന്ന പല പല കെട്ടിടങ്ങൾ നിറഞ്ഞ CST സ്ക്വയറിന്റെ ഭംഗി ആസ്വദിച്ചു ആദ്യം. പിന്നീട് മുംബൈയുടെ പ്രശസ്തമായ കറുത്ത ടാക്സി ഒരെണ്ണം കൈകാണിച്ചു വിളിച്ച് അതിലെയായി യാത്ര കൊളാബയിലേക്ക്. താജ് ഹോട്ടലിന്റെ സായാഹ്ന ദൃശ്യത്തിലേക്കാണ് ആദ്യം ഞാൻ നടന്നെത്തിയത്. അതിന്റെ നീളവും വ്യാപ്തിയുമൊക്കെ നടന്നളന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അങ്കണത്തിലേക്ക് കടന്നു. തലയെടുപ്പോടെ നിറഞ്ഞു നിന്നു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന അത്ഭുതം എനിക്ക് മുന്നിൽ. സിനിമകളിൽ കണ്ടുകൊതിച്ച മുംബൈ എനിക്ക് ഇതായിരുന്നല്ലോ. കുറച്ചുനേരം അവിടെ കറങ്ങി നടന്ന് എല്ലാം കണ്ട് നേരെ നടന്നിറങ്ങിയത് അടുത്തുള്ള കൊളാബ മാർക്കറ്റിലെ. അവിടെ എത്തിയപ്പോഴേക്കും എന്നിൽ ഷോപ്പിംഗ് എന്ന കല ആവേശിച്ചു കഴിഞ്ഞിരുന്നു. നമ്മുടെ നാട്ടിൽ കാണാത്ത തരം ആക്സസറീസും വസ്ത്രങ്ങളും അലങ്കാര സാധനങ്ങളും ഒക്കെ കണ്ട് കണ്ണുമിഴിച്ച് ചിലതൊക്കെ സ്വന്തമാക്കി ഞാൻ. ഏതിന്റെ ബോധമുദിച്ചപ്പോൾ വേഗം ഒരു ടാക്സി എടുത്ത് തിരിച്ച് CSTയിലെത്തി. താമസം ഏതുമില്ലാതെ തിരിച്ച് ട്രെയിൻ കയറി. ലേഡീസ് കമ്പാർട്ട്മെന്റിലെ മറാഠിയും ഹിന്ദിയും അതുപോലെ തന്നെ വേറെന്തൊക്കെയോ അറിയാത്ത ഭാഷകളുമൊക്കെ കേട്ട് കൗതുകത്തോടെ എല്ലാം ആസ്വദിച്ച് ഞാൻ യാത്ര തുടർന്നു. അന്തേരിയിൽ ട്രെയിൻ ഇറങ്ങി ചെറുതായി അലോസരപ്പെടുത്തിയ പനിച്ചേട്ടനെ മയക്കാൻ ഒരു ചൂട് ഇറാനി ചായയും കുടിച്ച് വെള്ളിത്തിരയിൽ കണ്ടാസ്വദിച്ചിരുന്ന മുംബൈ കൺമുന്നിലെത്തിയ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ആ കൊച്ചി യാത്ര അവസാനിപ്പിച്ചു.